എവിടെ നമ്മുടെ മാൻകൊമ്പ്? മാൻകൊമ്പ് കാണിച്ചു തരാം, പക്ഷെ റെയ്ഡിന് ആൾ വന്ന് ഞാൻ ഒരു നാണം കിട്ടും. ഇതാണ് നമ്മുടെ മാൻകൊമ്പ് ചെടി കേട്ടോ. ഇതൊരു ഫേണാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ കുളത്തിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ കിണറിൻ്റെ ഉള്ളിലൊക്കെ കാണില്ലേ ഒരു ഫേൺ. അത് എന്താ പേര് പറയാമെന്നറിയില്ല. ശരിക്കും അതിൻ്റെ പേര് വന്നിട്ട് സിൽവർ ഫേൺ എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ അച്ച് വെക്കുന്ന ഒരു സാധനമില്ല, ഇങ്ങനെ ഒരു നാച്ചുറൽ ടാറ്റു എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞത്. അതിൻ്റെ പേര് ഞാൻ തപ്പിയിട്ട് എനിക്ക് അറിയണില്ല കേട്ടോ. അറിയണവരെന്തായാലും കമൻറ്റ് ചെയ്ത് നിങ്ങൾ പറയാം കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് സ്റ്റാഗ് ഹോൺ ഫേൺ എന്നാണ്. സ്റ്റാഗ് എന്ന് പറയുന്നത് ഒരു റെഡ് ഡീറിൻ്റെ ആണ് മാനുണ്ടല്ലോ, മെയിൽ. ആ ഒരു ഡീറിനെ പറയുന്നതാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കൊമ്പ് പോലെ ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ആംഗുലർ എന്ന് പറയണേ മാൻ്റെ കൊമ്പില്ല, ആ കൊമ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് സ്റ്റാഗ് ഹോൺ ഫേൺ എന്ന് ഇതിനെ പറയുന്നത്. ഇതിന് എയർ പ്യൂരിഫിക്കേഷൻ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇൻഡോറായിട്ടാണ് ഞാൻ വളർത്തുന്നത്. അതിന് 2 ടൈപ്പ് ഇലകൾ വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഫെർട്ടൈലാണ്. ഇതിൻ്റെ അകത്താണ് സ്പോറുകൾ ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചരണ്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഷീൽഡ്. അതിൻ്റെ ഇലേനെ പറയുന്നത് ഫ്രോൺസ് എന്നാണ് പറയുന്നത് കേട്ടോ. ആ എലേൻ്റെ പേര് പറയുന്നത് ഫ്രോൺസ് എന്നാണ്. അപ്പോൾ ഷീൽഡ് ഫ്രോൺസ് ആണ് ഇത് വരുന്നത്. ഇതെന്ന് പറയുന്നത് അവരുടെ ന്യൂട്രീഷനൊക്കെ ഇങ്ങനെ നമ്മൾ അബ്സോർബ് ചെയ്ത് വെക്കില്ല. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് മഴയൊക്കെ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ചെടിയുടെ കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഓർക്കിഡൊക്കെ വെക്കണ പോലെ ഒരു ബാർക്കിലേക്കും ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതിന് ശരിക്കും ഇൻഡയറക്റ്റ് ഒരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ ആപ്റ്റാണ്. അതുപോലെ തന്നെ ബാത്റൂം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള മോയ്സ്ചറുള്ള സ്ഥലങ്ങളിൽ കിച്ചൺ അങ്ങനത്തെ ബാത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് സ്റ്റാഗ് ഹോൺ ഫേൺ എന്ന് പറയുന്നത്. അതുപോലെ പല വെറൈറ്റി വരുന്നുണ്ട്. നമ്മുടെ എവർഗ്രീൻ്റെ ഇലയുടെ ഷേപ്പിലുള്ള എവർഗ്രീൻ ഫേൺ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കയ്യിൽ ആ ചുറ്റിക്കിനെ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് സിൽവർ ഫേൺ എന്ന് പറയുന്നത്. എത്ര പേർക്ക് അറിയായിരുന്നു പറയാം കേട്ടോ. ഇതുണ്ടോ മാൻകൊമ്പ് ഫേൺ, സ്റ്റാഗ് ഹോൺ ഫേൺ.